ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ വീക്കെൻഡ് എപ്പിസോഡിൽ സ്ക്രീനിൽ എടുത്തു കാണിച്ച ആളാണ് ഇദ്ദേഹം. പെട്ടെന്ന് കാണുമ്പോൾ എവിക്റ്റായ സുരേഷ് ആണോ എന്ന് തോന്നിപ്പോകും. എന്നാൽ ഇത് മറ്റാരുമല്ല, ബിഗ് ബോസ് തമിഴിലെ സീസൺ 4 മത്സരാർത്ഥിയായിരുന്ന സുരേഷ് ചക്രവർത്തിയാണ്. ഇദ്ദേഹം സംവിധായകനും തിരക്കഥാകൃത്തും ടെലിവിഷൻ ഹോസ്റ്റുമൊക്കെയാണ്. സുരേഷ് താത്ത എന്നറിയപ്പെടുന്ന ഇദ്ദേഹം പങ്കെടുത്ത വീക്കെൻഡ് എപ്പിസോഡിലെ അനുഭവങ്ങൾ അദ്ദേഹം ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: മോഹൻലാൽ സാറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മമ്മൂട്ടി സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റ് എന്ന നിലയിൽ മോഹൻലാൽ സാർ നന്നായി ആ ഷോ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇയർഫോണിലൂടെ ഷോ ഡയറക്ടർ പല നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മത്സരാർത്ഥികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. അപ്പോഴേക്കും ഉരുളക്കുപ്പേരി പോലെ ലാൽ സാർ മറുപടി നൽകിയിട്ടുണ്ടാവും. ഗ്യാസ് ഓണാക്കിയിട്ട ഇഷ്യൂ ആണ് ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. എല്ലാ ഭാഷകളിലെ ബിഗ് ബോസിലും എല്ലാ സീസണുകളിലും മിക്കവാറും സംഭവിക്കുന്ന കാര്യമാണ് ഗ്യാസ് ഓണാക്കിയിട്ടിട്ട് ഓഫ് ചെയ്യാൻ മറക്കുന്നത്. എന്നാൽ ഈ സീസണിൽ മുൻപും ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ചർച്ച ചെയ്യാനായി ലിവിംഗ് റൂമിൽ വരുമ്പോൾ ചപ്പാത്തിയോ ദോശയോ എന്തോ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കാതെ വന്നിരിക്കുന്നത്. ജാസ്മിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്നാണ് ജാസ്മിൻ പറയുന്നത്. അവൾക്ക് ആകെ ഓർമ്മയുള്ളത് ഗബ്രിയെ മാത്രമായിരിക്കും എന്നാണ് സുരേഷ് താത്ത പറഞ്ഞത്. മുട്ട പാചകം ചെയ്യാനായി ജാസ്മിനാണ് ഗ്യാസ് ഓണാക്കിയത്. എന്നിട്ട് മുട്ട പാനിലേക്ക് ഒഴിച്ചത് കൈകൊണ്ട് വടിച്ചെടുത്താണ്. അയ്യോ, അന്ത അമ്മാവുടെ ഹൈജീൻ സൂപ്പറായിருக்கு എന്നാണ് സുരേഷ് കളിയാക്കിയത്. ഈ ജാസ്മിന് ഒരു വൃത്തിയുമില്ല. അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണിഷ്മെന്റ് 2 നേരം കുളിക്കുക എന്നുള്ളതായിരിക്കും. അതായിരിക്കും അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. 2 ദിവസത്തിലൊരിക്കലാണ് അവൾ കുളിക്കാറ്. ആ ജാൻമണിയൊക്കെ അവൾ അടുത്തുകൂടി പോകുമ്പോൾ മൂക്ക് പൊത്താറുണ്ട്. എപ്പിസോഡിൽ വായിച്ച കമന്റ് ബാക്ക് ടു മൈ ലൈഫ് എന്ന അക്കൗണ്ടിൽ നിന്നായിരുന്നു. ബാക്ക് ടു മൈ ലൈഫിന് ഒരു ഹാറ്റ്സ് ഓഫും സുരേഷ് പറഞ്ഞു. മലയാളം ബിഗ് ബോസിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റി. അയാളുടെ പേരൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ശബ്ദമാണ്. 18+ അഡൽട്ട് എന്ന മാലകൾ ഇടുന്ന ടാസ്കിനിടയിൽ ജാൻമണി ലാലേട്ടനോട് ചോദിച്ചു, ലാലേട്ട മെയിൻ ഡോർ തുറന്നു കിടക്കുകയാണ്, AC പുറത്തു പോകും, ഞാൻ പോയി അടച്ചിട്ട് വരട്ടെ എന്ന്. ഉടനെ ലാൽ സർ ചോദിച്ചു, ഓ പിന്നെ എന്താ ഒരു സ്നേഹം വീടിനോട്, എന്തൊരു കെയർഫുൾ ആയിട്ടാണ് വീടിനെ നോക്കുന്നത് എന്ന് ലാലേട്ടൻ കളിയാക്കുന്ന തരത്തിൽ ചോദിച്ചു. എന്നിട്ട് ജാൻമണിയോട് അത് പിന്നീട് ചെയ്യാം, അവിടെ ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ആരും മാലയിടാതിരിക്കാൻ ആ ടാസ്കിനിടയിൽ മുങ്ങാൻ വേണ്ടി ജാൻമണി ചെയ്തതാവാം എന്ന് കരുതുന്നു. യമുന എവിക്റ്റ് ആയപ്പോൾ ജാൻമണി തറയിൽ കിടന്ന് ഉരുണ്ട് പിരണ്ട് കരഞ്ഞു. ഇത് കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. അത് യമുനയുടെ സ്ക്രീൻ സ്പേസിന്റെ സമയമായിരുന്നു. അവസാനമായി ആ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന സമയം. ആ സ്ക്രീൻ സ്പേസ് പോലും ജാൻമണി തട്ടിയെടുത്തു. അത്രയ്ക്ക് വിഷമമുണ്ടാവാൻ മാത്രമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിരുന്നോ? ആരോ മരിച്ചതുപോലെയായിരുന്നു ജാൻമണി കരഞ്ഞത്. യമുന സ്റ്റേജിൽ വന്ന് ലാലേട്ടനോട് പറഞ്ഞത് ഞാൻ അവിടെയുള്ളവർക്കൊരു അമ്മയെപ്പോലെ ആയിരുന്നു എന്നും അവിടെ എല്ലാവരും എൻ്റെ മക്കളെപ്പോലെ ആയിരുന്നു എന്നുമൊക്കെയാണ്. അത് പച്ചക്കള്ളമായിരുന്നു. ഇത് കേൾക്കാൻ തന്നെ ക്രിഞ്ചായിരുന്നു. അകത്തുള്ള ആരും ഒരു റിലേഷൻഷിപ്പും കാത്തു സൂക്ഷിക്കുന്നവരല്ല. എന്തായാലും ഔട്ടായി പുറത്തു വന്നു. പിന്നെയും ഇവരെന്തിനാണ് അഭിനയിക്കുന്നത്? എന്തായാലും സുരേഷ് താത്തയുടെ ഈ വീഡിയോ വന്നതിന് പിന്നാലെ ജാസ്മിന് ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. അന്യസംസ്ഥാനത്ത് നിന്ന് പോലും ആളുകൾ ഇവളുടെ ഹൈജീനിനെ പറ്റി കുറ്റം പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെയാണ് ട്രോൾ.